ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൻസിസി എമ്മി കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഇൻഡോർ പോട്ട് റെഡിയാക്കിയെടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മളിത് റെഡിയാക്കിയെടുക്കുന്നത് വേറെ ഒന്നും ഉപയോഗിച്ചിട്ടല്ല, നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽ എടുത്തിട്ട് ആണ് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തത് മൾട്ടിവുഡിൻ്റെ ചെറിയ ചെറിയ പീസാണ്. അതിന് പകരം നമുക്ക് പ്ലൈവുഡോ അതുപോലെ വുഡിൻ്റെ പീസോ ഒക്കെ വെച്ചിട്ട് ഇതേപോലെ ഇൻഡോർ പോട്ട്സൊക്കെ വെക്കാനായിട്ടൊരു ഫ്രെയിമാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അടിപൊളി ലുക്കായിട്ട് നിങ്ങൾ ഫസ്റ്റ് തന്നെ കണ്ടിട്ടില്ലായിരുന്നോ? അപ്പോൾ ഇതിന് നമ്മൾ ഒരേ ഒരു അളവിൽ നമ്മൾ പീസ് കട്ട് ചെയ്തിട്ട് ഇതിന് ആദ്യം ഒന്ന് സ്ക്വയർ പീസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് പോട്ടാണോ വെക്കേണ്ടത് ഏകദേശം അതിൻ്റെ ഒരു ഹൈറ്റും വിഡ്ത്തും ഒക്കെ നോക്കിയിട്ട് വേണം ഈ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തെടുക്കാൻ. ഫസ്റ്റ് തന്നെ നമ്മൾ സ്ക്വയർ പീസസ് ആക്കി ഒരു ഫ്രെയിം റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം 4 കോർണറിലും ഓരോ ലെഗ് വെച്ച ശേഷം നമ്മൾ ഈ സ്ക്വയർ ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, ഓരോ സ്ക്വയർ ഫ്രെയിം ഈക്വലായിട്ട് ഗ്യാപ്പ് വെച്ചിട്ട് നമ്മൾ അതിൽ ഫിക്സ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സിമ്പിൾ സ്ട്രക്ചർ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിവുഡിൻ്റെ പീസൊക്കെ ആവുന്ന സമയത്ത് നമുക്കതിൽ വെള്ളമൊക്കെ തട്ടിയാൽ അത് പെട്ടെന്നൊന്നും ചീത്തയായി പോകുന്നില്ല. അപ്പോൾ മൾട്ടിവുഡിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ അതിൽ നമ്മുടെ ഒരു പോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടില്ലേ കാണാൻ? അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇഷ്ടമുള്ള നമ്മുടെ ഇൻറ്റീരിയറിനനുസരിച്ചിട്ടുള്ള ഏത് പെയിൻറ്റ് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് വൈറ്റ് പെയിൻറ്റ് അടിക്കണം എന്നാണ്, അടിച്ചിട്ടില്ല. അപ്പം നല്ല സ്പ്രേ പെയിൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ പെയിൻറ്റോ ഒക്കെ ചെയ്ത് കൊടുത്താൽ മതി.